ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് നമ്മളൊരു മേക്ക് ഓവർ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഈ റൂമിനൊരു മേക്ക് ഓവർ, ചെറിയൊരു മേക്ക് ഓവർ വേണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്ക്രീനും ബെഡ് കവേഴ്സൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ് കവറല്ല, ഞാൻ വഴിയെ പറയാം കേട്ടോ. സ്ക്രീൻ ഞാൻ ഏകദേശം 2 വർഷമായിട്ട് ഈ സ്ക്രീനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെയിം കളർ കണ്ട് എനിക്ക് ബോറടിച്ചു പോയി. മാത്രമല്ല ഒരു പിങ്ക് കളർ ഷെയ്ഡിൽ ഫുള്ള് റൂമിനെ അങ്ങോട്ട് മാറ്റിയെടുക്കുന്നത് കുറേ ദിവസത്തെ ആഗ്രഹമാണ്. ആദ്യം ജനലിലിട്ടിരിക്കുന്ന സ്ക്രീനെല്ലാം മാറ്റിയിട്ട് ഈ ഷെൽഫ്, ഞങ്ങളിത് വാടകയ്ക്കുള്ള വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാൾപേപ്പറൊന്നും ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിന്നെ അത് നമ്മൾ പോകുമ്പോൾ അതൊക്കെ പറിച്ചെടുക്കുന്നത് ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീട് മാറി പോകുമ്പോഴും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒരു ചെറിയൊരു ഡെക്കറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അധികമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. ഇതെൻ്റെ കൊച്ച് പ്രീ KGയിൽ പോകുമ്പോൾ അവൻ്റെ കൈ കൊണ്ട് ഫാദേഴ്സ് ഡേക്ക് അവർ ചെയ്യിച്ചാണ്, അവരുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചെയ്യിച്ചാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഫേവറേറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ റൂമിൽ തന്നെ അത് മേലെ നല്ല രീതിയിൽ കാണാൻ പാകത്തിന് വെച്ചിട്ടുള്ളത്. പിന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഡസ്റ്റൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നമ്മൾ വെള്ളം തൊട്ടൊക്കെ ഒന്ന് ഡെറ്റോളൊക്കെ വെച്ച് തുടച്ച് എടുത്തു റൂം ഫുള്ളായിട്ട്. പ്രകാശേട്ടന് ഏകദേശം കൊറോണയ്ക്ക് ശേഷം 2 വർഷത്തോളം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റൂമിൽ തന്നെയാണ് ലാപ്ടോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൾ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയതുകൊണ്ട് ഇത് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്നാലും വീട് വൃത്തിയാക്കുമ്പോൾ മേലൊന്ന് തുടയ്ക്കും. ഇപ്പോൾ ഈ കീബോർഡൊക്കെ എടുത്ത് മാറ്റിയപ്പോഴാണ് എന്തുമാത്രം ഡസ്റ്റ് ഉണ്ടായിരുന്നെന്ന് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ അത് ഡെറ്റോളൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഷെൽഫിലാണ് ഒന്നും ഇല്ലാതെ പോലെ ഉണ്ടാകുന്നത്. അത് ഫുള്ള് നമ്മളൊക്കെ ഒന്ന് റെഡിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ലാസ്റ്റ് കാണിക്കാവേ ഫൈനൽ ലുക്ക് ഷെൽഫിൻ്റെ. ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള സ്ക്രീനാണ് വാങ്ങിച്ചത്. സ്ക്രീൻ ഇട്ടപ്പോൾ തന്നെ റൂമിലേക്ക് നല്ലൊരു വെളിച്ചം, നല്ലൊരു ഭംഗി, റൂം മൊത്തത്തിൽ പിങ്കായി പോയതുപോലെ തോന്നി. ഒരു സൈഡിൽ പിങ്ക് കളർ സ്ക്രീനും മറ്റേ സൈഡിൽ ഞാൻ വൈറ്റ് കളർ സ്ക്രീനുമാണ് ഇട്ടത്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗി. കാരണം ഇതിനു മുമ്പ് ഒരു ഡാർക്ക് ഷെയ്ഡ് സ്ക്രീനാണ് ഇട്ടത്. അപ്പോൾ റൂം മൊത്തത്തിലൊരു ഇരുണ്ട് പോലെയായിരുന്നു. ഈ സ്ക്രീന് മാറ്റിയപ്പോൾ തന്നെ റൂമിലേക്ക് ഒരു പിങ്കും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക് കളറായപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. റൂമിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ബെഡ് കവർ മാറ്റുമ്പോൾ ഞാൻ രാവിലെ കഴുകാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് ബെഡ് കവർ ഇടുന്നത്. കിടക്കാൻ നേരത്താണ് ബെഡ് കവർ മാറ്റുന്നത്. ആ നേരം കൊണ്ട് ചിലപ്പോൾ കൊച്ച് ബെഡിൽ കയറി കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ അത് അഴുക്കാവും. ഈ നമ്മുടെ ബെഡ് ഭയങ്കര അഴുക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ബെഡ് കവർ എടുത്തു കഴിഞ്ഞ് ബെഡ് കാണാൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ബെഡിലേക്ക് ഒരു സിബ് വെച്ചിട്ടുള്ള കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റാനൊരു മൽപ്പിടുത്തം തന്നെ അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഗുസ്തി കണ്ടിട്ട് അമ്മ പറഞ്ഞു ആൾ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന്. പക്ഷെ ആൾക്ക് ഇത് ഭയങ്കര വെയിറ്റായ കാരണം കൊണ്ട് ആളെയും കൊണ്ടും പറ്റത്തില്ല. മാത്രമല്ല വീഡിയോയിൽ വരാൻ ആൾക്ക് അധികം താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബെഡുമായിട്ടുള്ളൊരു മൽപ്പിടുത്തം തന്നെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു ഗുസ്തി കണ്ടിട്ട് ശ്രീരാമന് പാവം തോന്നിയോണ്ടാണെന്ന് അറിയില്ല, അവനും വന്നതിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ.
അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.